ഹായ്, നമസ്കാരം. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യണേ. നമ്മൾ ഇവിടെ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലാസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു വെബിനാർ ആണ്, ഒരു വർക്ക്ഷോപ്പാണ് അല്ലേ. അപ്പോ എന്താ പറയാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പോ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വന്നാൽ വളരെ നന്നായിരിക്കും. യെസ്, സാധിക്കുന്ന ആളുകളൊക്കെ, കാരണം നിങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും അതിന്. ആയിഷാബിയുടെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ എല്ലാരും. യെസ്, ഓക്കെ. എല്ലാരും നമ്മുടെ ആപ്പ് വഴി ഈ സെഷനിലേക്ക് വന്നവരാണ് അല്ലെ. ബാക്കിലെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുഖം കുറച്ചും കൂടി കാണും. ഓക്കെ ഓക്കെ. യെസ്, വിനീത്, അനിൽകുമാർ, ആയിഷ, രശ്മി. യെസ്, ഓക്കെ. അപ്പോ നമ്മളെ വെക്കേഷന് നമ്മളെ ബുക്ക് മൈ ടീച്ചർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കുറച്ച് സെഷൻസ് പ്ലാൻ ചെയ്തിരുന്നു. ആ സെഷൻസില് നമുക്ക് ക്ലാസ്സുകള് നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നിങ്ങളെല്ലാരും ആപ്പ് വഴി തന്നെയാണ് ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ. ഈ സെഷനിലേക്ക് ആപ്ലിക്കേഷൻ വഴി തന്നെയല്ലേ വന്നിട്ടുള്ളത്, പറയണേ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു സെഷന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബുക്ക് മൈ ടീച്ചർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ന് നമ്മുടെ ആപ്പ് വഴി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് ആണിത്. ഓക്കെ, ഇന്റർഫേസ് നമ്മൾ ഗൂഗിൾ മീറ്റ് ആണ്, പക്ഷെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ എൻറോൾമെന്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന ആദ്യത്തെ സെഷനാണിത് എന്നുള്ള ഒരു സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. അപ്പോ അതിൽ ഭാഗവാക്കായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബുക്ക് മൈ ടീച്ചർ ടീമിന്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ വെബിനാറിന്റെ ടോപ്പിക് ആയിട്ട് നമ്മൾ പറഞ്ഞത്, കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ഓൺ ആക്കുന്നില്ലല്ലോ വേറെ ആരും? നികിത, രശ്മി, ആയിഷ, വിനീത്, ശ്രീന, ഇന്ദുലേഖ. യെസ്, അനിൽകുമാർ ഈ വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞപ്പോ അനിൽകുമാർ പോയോ? യെസ്, എല്ലാരും വീഡിയോ ഓൺ ചെയ്യാഞ്ഞത്. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യും. നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണോ? ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ മടിക്കാൻ പാടില്ല. വീഡിയോ ഓൺ ചെയ്യാത്തവർക്കൊന്നും നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന് ഒരു സാധ്യതയില്ല കേട്ടോ. അതായത് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത് തന്നെ വീഡിയോ ഓൺ ആക്കി 4 ആളുടെ മുന്നിൽ എന്താ പറയാ, മറ്റേ ഇൻവെർട്ടർ അല്ലാത്ത ആളുകൾക്കുള്ള സെഷനാണ് ഇന്നത്തെ സെഷൻ കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോയിൽ വരണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സാഹചര്യം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ ടോപ്പിക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൺലൈനിൽ പഠിപ്പിച്ചിട്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിൽ ആണ് നമ്മളൊരു സെഷൻ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആക്ച്വലി നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊന്ന് പരിചയപ്പെടുത്താമോ? അപ്പൊ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് പോകാം. ആയിഷ ബി എന്നെ തുടങ്ങിക്കോ, എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ട് സ്കൂളില്. ഓക്കെ, ഏത് കാറ്റഗറി കുട്ടികളായിരുന്നു പഠിപ്പിച്ചിരുന്നത്? എന്തായിരുന്നു സബ്ജക്ട്? എവിടെയായിരുന്നു സ്ഥലം? എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പെട്ടെന്ന് എല്ലാവരും ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ മലപ്പുറത്ത് വേങ്ങരയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. കമ്പ്യൂട്ടർ ആയിരുന്നു സബ്ജക്ട്. 10th വരെ ക്ലാസ് എടുത്തിരുന്നു. ഓക്കെ, പിന്നെ ഹോം ട്യൂഷൻ എടുക്കാറുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, അറബി ഒഴിച്ച് എല്ലാ സബ്ജക്ട് എടുക്കാറുണ്ടായിരുന്നു. ഹിന്ദിയും അറബി ഒഴിച്ച് എല്ലാ സബ്ജക്റ്റും എടുക്കുക. വീട്ടില് ഹോം ട്യൂഷൻ, വീട്ടിൽ കുട്ടികൾ വരികയാണോ? അതെ. ഓൺലൈനിൽ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ഓൺലൈൻ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഇന്ദുലേഖ പറയൂ. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നു, ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. മാരേജിന് ശേഷം ഹസ്ബൻഡോടെ ജോലി സ്ഥലത്തായിരുന്നു. ഇപ്പൊ പുള്ളി റിട്ടയർ ആയപ്പോ നാട്ടിൽ വന്നു. ഇനി എന്തെങ്കിലും നോക്കണം. അപ്പോഴാണ് ഇങ്ങനെ ഒരു സെഷൻ കണ്ടത്, വന്ന് കേറി നോക്കാന്ന് വിചാരിച്ചു. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ 2-3 വർഷം കൊണ്ടുണ്ട്. ഓ, PSC പഠിക്കുന്ന ആളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. PSC ഇപ്പൊ ഏത് എക്സാമിനാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്? LPUP ആണ് നോക്കുന്നത് അല്ലെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ശ്രീരാം. നമസ്കാരം സാറേ, ഞാൻ നമ്മുടെ പച്ചവെള്ളത്തിന്റെ ടീമിലുണ്ട്, ടൈപ്പിസ്റ്റിന്റെ ബാച്ചിലുണ്ട്. അപ്പൊ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ്. ഇരിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ 3 പേര് ഇപ്പൊ പരിചയപ്പെട്ട 3 പേരൊന്നും ചെയ്യുന്നില്ല. ഇനി ആയിഷ, അടുത്ത വേറൊരു ആയിഷ ഉണ്ടല്ലോ, ആയിഷ റിസ.
ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം മാഷെ. നമസ്കാരം. ഞാൻ പച്ചവെള്ളം എപ്പോ തുടങ്ങിയ അപ്പൊ മുതൽ തന്നെ അൺഅക്കാഡമി മുതൽ തന്നെ സാറിന്റെ കൂടെ ഉണ്ട്. സാറിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് മാത്രം PSCയിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാളാണ്. LPSC റാങ്ക് ലിസ്റ്റിലുണ്ട്. നിലവില് പാലക്കാട് ജില്ലയിൽ സാറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോ തന്നെ റാങ്ക് ലിസ്റ്റ്. ടീച്ചിങ് എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ്? ഡെയിലി വേജ് ആയിട്ട് 2020 മുതൽ ഇങ്ങനെ കുറച്ച് ഡെയിലി വേജ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് 1 മാസം 2 മാസം ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് TTC കഴിഞ്ഞിട്ട് പിന്നെ BSc കെമിസ്ട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൺലൈനിലുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല, ചെയ്താൽ കൊള്ളാന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആവോ എന്നുള്ളതൊന്നും ഇതുവരെ ഒരിതും ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിയുണ്ട്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി രശ്മി ശരത് ഇവിടെ ഉണ്ട്. ഒന്ന് എല്ലാരെയും നമ്മളൊന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകളെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രശ്മി ശരത് വീഡിയോ ഒന്ന് ഓണാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ചെയ്യാം. എനിക്കും എന്താണ് ഇപ്പൊ ഈ 4 പേരെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി. അതേപോലെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ക്ലാസ് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും വേണ്ടിയിട്ടാണ്. സാർ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. 5th വരെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ട്യൂഷൻ, ഹോം ട്യൂഷനും ഉണ്ട്. അപ്പൊ എനിക്ക് ഓൺലൈൻ വഴിയും കൂടെ ട്യൂഷൻ എടുക്കാനുള്ള ഒരു ഇത്, അതിനു വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. ഓൺലൈനിൽ മുന്നേ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. അഞ്ജന, ഒന്ന് ഏകദേശം ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ എല്ലാരെയും ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് അങ്ങ് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ആളുകൾ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. സാർ, എന്റെ പേര് അഞ്ജന. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഞാൻ പച്ചവെള്ളം കോഴ്സിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ഓൺലൈൻ ടീച്ചിങ്ങിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ക്ലാസ് ജോയിൻ ചെയ്തതാണ്. സന്തോഷം. ഏകദേശം പരിചയപ്പെട്ട എല്ലാവരും ഒരേ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. ഇനി സൗമ്യ ആണെങ്കിലോ? സർ, ഞാനും ഇത് എങ്ങനെയാണ് അറിയാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്തതാണ്. താല്പര്യമുണ്ട് ഓൺലൈനിൽ പഠിപ്പിക്കാൻ. അപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട്. മുന്നേ പഠിപ്പിച്ച എക്സ്പീരിയൻസോ കാര്യങ്ങളോ? നേരത്തെ എല്ലാവരും കൊറോണയുടെ സമയത്ത് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? എടുത്തിട്ടുണ്ടോ? സൗമ്യ എടുത്തിട്ടുണ്ടോ? ബാക്കിയുള്ളവർ എങ്ങനെയാ? സൗമ്യയുടെ കാര്യം പറയൂ. ഇല്ല, നമ്മള് വീട്ടില് ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ പിള്ളേർക്കായിരുന്നു. ചെറിയ പിള്ളേർക്ക് ഏത് ക്ലാസ്സിൽ? LP സ്കൂൾ ക്ലാസ്സിലായിരുന്നു? LP ആണ്. പിന്നെ പച്ചവെള്ളം സ്റ്റുഡന്റ്. അശ്വതി, അശ്വതിയും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാണുന്ന ആളുകളെ ഏകദേശം കഴിഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സർ, ഞാൻ ഓൾറെഡി ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നതാണ്. US ട്യൂട്ടർ എന്ന് പറഞ്ഞ ആപ്പിലും പിന്നെ ക്ലാപ്സ് എന്നുള്ളതിലും ഞാൻ ട്യൂഷൻ എടുക്കുന്നതാണ്. അപ്പൊ ഒരാൾ മാത്രമാണ് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അശ്വതി കൈകാര്യം ചെയ്യാറുള്ളത്? ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും എടുക്കാറുണ്ട്. ഇംഗ്ലീഷും ഹിന്ദി എടുക്കാറുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ആംഗിൾ എന്നുള്ള ട്യൂഷൻ സെന്ററിൽ 3 months വർക്ക് ചെയ്തതിനായിരുന്നു. പിന്നെ ഡെലിവറി ഇതായതുകൊണ്ട് നിർത്തിയിട്ട് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തതാ. അപ്പോ സന്തോഷം. അപ്പോ ഒരാള് പിന്നെ ഓൺലൈൻ ടീച്ചിങ് ഫീൽഡിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വീഡിയോ ഓഫ് ചെയ്യണ്ട, എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ വെച്ചോളൂ കേട്ടോ. കാരണം നിങ്ങളെ കണ്ട് നിങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നമുക്കൊരു നമ്മൾ ആക്ച്വലി ഇതൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബുക്ക് മൈ ടീച്ചർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ 100-300 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതില് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇന്നത്തെ സെഷനിൽ ഉള്ളത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ട്യൂഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ അല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കുട്ടികളെ തരിക, ഇങ്ങോട്ട് വരിക, പഠിപ്പിക്കുക, ഗൂഗിൾ മീറ്റിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പഠിപ്പിക്കാൻ ഒരു
ഒരു സബ്ജക്റ്റ്, ഒരു കണ്ടന്റ്, ഒരു 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 മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സ്റ്റുഡൻസിന് കിട്ടുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അതിപ്പോ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഈ ക്ലാസ് കഴിയുമ്പോൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് മറ്റുള്ളവരുടെ അണ്ടറിലല്ലാതെ എങ്ങനെ ഒരു ടീച്ചിങ് ജോലി ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണലി ഇപ്പൊ എന്നെ അറിയുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ ഞാൻ 5 വർഷം കോളേജിൽ പഠിപ്പിച്ചിരുന്നു. 5 വർഷം കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അതിനുശേഷം 5 വർഷം ഒരു പ്ലാറ്റ്ഫോമിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ 2 വർഷമായിട്ടുള്ളൂ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സർവീസ് എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊടുത്തു തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എന്നാൽ കഴിയുന്ന, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ പ്രശ്നം, ഈ എന്റെ പോലെയുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ പ്രശ്നം, നമുക്ക് മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതായത് ഇന്ന സമയത്ത് നിർബന്ധമായിട്ടും വരണം, ഇന്ന സമയത്തേ പോകാൻ പാടുള്ളൂ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് പേഴ്സണൽ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാലും കുത്തുവാക്കുകൾ കേൾക്കുന്നു. ഇതൊക്കെ നമ്മളെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ആണോ? പറ. അതെ. അപ്പോ സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായിട്ടൊരു ഒരു 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 എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും, അല്ലെ? ഇപ്പൊ ഏത് നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, മീൻസ് ഏത് എന്താ പറയാ, പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതിൽ വേറൊരു കാര്യം, വേറൊരു വശം ചിന്തിക്കുന്ന സമയത്ത് പണിയെടുക്കുന്നത് മൊത്തം നമ്മളായിരിക്കും ചിലപ്പോൾ, പക്ഷെ പൈസ കിട്ടുന്നത് മൊത്തം ആ കമ്പനി നടത്തുന്ന ആൾക്കാർക്കായിരിക്കും. ശരിയല്ലേ? നമുക്ക് ടെൻഷൻസും ഈ പറയുന്ന കുത്തുവാക്കുകളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. കമ്പനി ഒരുപാട് മെച്ചപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബോണസ് ചിലപ്പോൾ കിട്ടിയാലായി, എന്നാൽ കമ്പനി നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രഷർ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഞാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഐഷാബി, സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തേക്ക്, നമുക്ക് സംസാരിക്കാം. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ ഈ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ, അതായത് സ്വന്തമായിട്ട് പഠിപ്പിക്കാൻ കുറെ കുട്ടികൾ വേണം, നമ്മുടെ എന്താ പറയാ, നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, അവിടെ കുട്ടികൾക്ക് പഠിപ്പിച്ച്, ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു വലിയ സാഗരമാണ്, അല്ലെ? നമുക്ക് ഒരു ഓഫ്ലൈനിൽ നിങ്ങളെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ ഒരു 5 കുട്ടികളോ 10 കുട്ടികളോ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവിടെ നിർത്തേണ്ടി വരും. പിന്നെ നമുക്ക് കുട്ടികളെ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഒരു എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും അത്രയും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു സൗകര്യം, അനന്തമായ സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ 2 പ്രശ്നങ്ങൾ, ഒന്ന് മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, രണ്ടാമത്തത് സ്വന്തമായിട്ട് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന് ഇൻകം കിട്ടണം എന്ന് പറയുന്ന ആ 2 കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെഷനായിട്ട് മുന്നോട്ട് പോകാം. എന്താ അഭിപ്രായം എന്നുള്ളത് വായ തുറന്ന് തന്നെ പറയും. ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയും. അതെ, സാർ പറഞ്ഞ വളരെ കറക്റ്റാ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് ക്ലാസ് എടുക്കാറുണ്ട്, ഓഫീസ് വർക്കും ചെയ്യുന്നുണ്ട്. അവിടെ ഏറ്റവും കുറവ് സാലറി വാങ്ങിയായിരുന്നു ഞാനായിരുന്നു. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്ന ആള് ഞാനായിരുന്നു. യെസ്. അപ്പൊ അത് തന്നെ ആയിരിക്കും ഒരുവിധം പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് എല്ലാവരുടെയും ഒരു അവസ്ഥ, ഇത് തന്നെയായിരിക്കും. ഓക്കെ, യെസ്. ബാക്കിയുള്ളവരുടെ അഭിപ്രായവും അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. എന്താണ് അശ്വതി, ഇപ്പൊ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ്,
പെർ അവർ പേയ്മെന്റ് വാങ്ങുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള അശ്വതിയോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഒരു ബ്രാൻഡിലേക്ക് മാറുന്നതുമായിട്ട് എങ്ങനെയായിരിക്കും അതിനൊരു കമ്പാരിസൺ കൊടുക്കാൻ പറ്റുക അശ്വതിയുടെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസിൽ? ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ സർ ശരി. അതായത് ഞാൻ ഇങ്ങനെ വേറൊരു പാരന്റിൽ നിന്ന് അറിഞ്ഞതാണ്. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഞാൻ എടുക്കുന്ന അതിലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവര് പെർ അവർ 225 ആണ് അവര് വാങ്ങുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കിട്ടുന്നത് 100 റുപ്പീസാ. 1 അവറിന് എനിക്ക് 100 റുപ്പീസ് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ആ ടൈമിൽ നമ്മൾ 2 ദിവസം എടുത്തില്ലെങ്കിൽ അവര് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങും. സാർ പറഞ്ഞ പോലെ നമ്മള് ചെയ്തില്ല, എക്സ്ട്രാ എടുത്തു കൊടുക്കണം അങ്ങനെ. പക്ഷെ നമ്മളെ പേയ്മെന്റ് കൂട്ടേയില്ല. ഇപ്പം 2 ഇയേഴ്സ് ആയാൽ കൂടെ ആ പേയ്മെന്റിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവര് പറയാം അവര് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര ഡെവലപ്പ് ആയില്ല അങ്ങനെയാണ്. പക്ഷെ ഒരു പാരന്റ് എന്നോട് പറഞ്ഞു നിങ്ങൾ വേറെ തന്നെ എടുത്തു തരുമോ, ഇത്രയാണ് അവര് വാങ്ങുന്ന പൈസ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആസ് പെർ റൂൾ അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് അത് എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ പഠിപ്പിക്കണം. പക്ഷെ സ്ഥാപനത്തിന് കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല, കാരണം അവർക്ക് അവരുടേതായുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഡെലിവറി ചെയ്യാനും ഇപ്പൊ അശ്വതിക്ക് ഒരു ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അശ്വതി ലേണിംഗ് ആപ്പ്. അല്ലെങ്കിൽ അശ്വതി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താ പറയാ, അശ്വതിക്ക് ഒരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അശ്വതി ഇപ്പൊ ഏൺ ചെയ്യുന്നതിന്റെ into 10x അശ്വതിക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് എന്താ പറയാ, നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ടീച്ചേഴ്സായ നമ്മുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും അറിയോ? ഒരു 10 വർഷം ഞാനും അനുഭവിച്ച, 10 അല്ല, ഞാൻ ശരിക്കും 15 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മൾ സ്വന്തമായിട്ട് ഒരു പരിപാടി തുടങ്ങുന്നതിന് മുന്നേ 15 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. 5 കൊല്ലം പഠിക്കുന്ന സമയത്ത് ട്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 5 കൊല്ലം കോളേജിൽ പഠിപ്പിച്ചു, 5 കൊല്ലം വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പഠിപ്പിച്ചു. അപ്പൊ എല്ലാ ഏരിയയിലൂടെയും പോയ ഒരാളെ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സായ നമ്മൾ മടിയന്മാരാണ്. ശരിയാണ്. അതായത് നമുക്കൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യാണ്, നമുക്കൊരു ഇത്ര രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോട്ടെ അങ്ങനെ തന്നെ ഇരിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഒരു 80% ആളുകൾക്ക് ഉണ്ടാവും. എല്ലാവർക്കും ഞാൻ പറയുന്നില്ല. അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ പേയ്മെന്റ്, അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവുകൾ, അവിടുത്തെ ഒരു ചുറ്റുപാടുകളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കൂല, നമ്മൾ അത് അങ്ങനെ പോകും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, സെൽഫ് ഫിനാൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സെൽഫ് ഫിനാൻസിങ് കോളേജുകളോ അല്ലെങ്കിൽ CBSE സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് പിഴിഞ്ഞവരെടുക്കും. അതുവരെ നമ്മൾ അതിങ്ങനെ കേട്ട് ചിരിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് ഒരു വസ്തുത. ശരിയാണോ? എന്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അത് തിരുത്തുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമ്മളെ സെഷൻ കുറച്ചും കൂടി രസമാവുള്ളൂ. ഏതായാലും ഞാൻ എത്ര പേരുണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു 10 പേര് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആയിഷയും രശ്മിയും പിന്നെ ബാക്കി 2 ആളും കൂടെ വീഡിയോ കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓക്കെ ആയി. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തു. യെസ്, അപ്പോ അശ്വതി പറഞ്ഞതും എല്ലാരും കേൾക്കണം. അതായത് അശ്വതി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ആ എഫേർട്ടിന് ഒരു വില കിട്ടുന്നില്ല എന്നുള്ളത് പൊതുവെ ഓൺലൈനിലായിട്ട് എല്ലായിടത്തും എല്ലാ പ്ലാറ്റ്ഫോമിലും പൊതുവേ ഉള്ള ഒരു കാര്യവും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ ഇതായിരിക്കും. എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് സമ്പാദിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് സ്റ്റുഡൻസിനെ കിട്ടിയാൽ കൊള്ളാം, നന്നായി ഞാൻ പഠിപ്പിക്കാൻ എന്റെ എഫേർട്ട് ഫുള്ളായിട്ട് ഇടും, പക്ഷേ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, അല്ലെ? എനിക്ക് കുട്ടികളെ കിട്ടിയാലല്ലേ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ബുക്ക് മൈ ടീച്ചറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ഏകദേശം ബുക്ക് മൈ ടീച്ചറിൽ ഒരു 8 ടീച്ചേഴ്സിനെ നമുക്ക് ജോലി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 8ഓളം ടീച്ചേഴ്സ്, 8ഓളം കുട്ടികൾ ഇപ്പൊ പല ബാച്ചുകളിലായിട്ട് മീൻസ് ഇൻഡിവിജ്വലി ട്യൂഷൻസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് 340ഓളം ടീച്ചേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് ജോലി കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് എന്താ പറയാ, നമ്മളും എസ്റ്റാബ്ലിഷ് ആയിട്ടൊക്കെ വരണം. കൂടുതൽ കുട്ടികൾ വരുമ്പോഴാണ് ബാക്കിയുള്ള ടീച്ചർ കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു തുടങ്ങി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കുട്ടികളെ അങ്ങോട്ട് തരിക എന്നുള്ളതല്ല, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എന്താ പറയാ കഴിവ് എങ്ങനെ പുറത്തേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടേ, കാണുന്നില്ലേ? യെസ്, ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ടോ ഒന്ന് പറയണേ. ഓക്കെ,
അപ്പൊ ഇതായിരുന്നു ഇന്നും നാളെയാണ് നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് ഏറ്റവും ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളും, നാളെ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ തുടർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, അതായത് എന്താണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ആര് തീരുമാനിക്കണം? നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, അതായത് നമുക്ക് ഇപ്പൊ ചില ആളുകൾക്കുണ്ടല്ലോ ചെറിയ മക്കളെ പഠിപ്പിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. ചില ആളുകൾക്കാണെങ്കിൽ വലിയ കുട്ടികളെ പഠിപ്പിക്കാനായി, ചെറിയ മക്കളെ ഡീൽ ചെയ്യാനേ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ചെറിയ മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട്. എന്നാൽ ഹൈ എൻഡ് ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് താല്പര്യം എന്നുള്ളത് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം, നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുകയോ ചെയ്യണേ. ഓക്കെ, അതായത് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ്. പിന്നെ ഐഡന്റിഫൈ യുവർ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് സ്കൂൾ ട്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സ്കൂളിലെ കുട്ടികൾക്ക് CBSE, ICSE, സ്റ്റേറ്റ് സിലബസ് പോലെയുള്ള ടോപ്പിക് പഠിപ്പിക്കാനാണോ താല്പര്യം? അതല്ല കോമ്പറ്റേറ്റീവ് എക്സാം PSC, SSC, RRB പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണോ താല്പര്യം? ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായി പാട്ട് പാടും, അപ്പൊ പാട്ട് പാടുന്നവരൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആർട്ടിനും ക്രാഫ്റ്റിനുമാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്. നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചിട്ട് നമുക്ക് മോണിറ്റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ കഴിവ് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഞാൻ ആദ്യം പറഞ്ഞത്, സ്റ്റുഡൻസിന്റെ ഏജ് നമ്മൾ മനസ്സിലാക്കണം, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ എന്ത് ടേസ്റ്റ് ഉള്ള കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ ജെൻഡർ, യെസ്, അത് വല്ലാണ്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും യെസ്, നിങ്ങളെ ജെൻഡർ, സ്ത്രീകളെയാണോ അതുപോലെ തന്നെ പുരുഷന്മാരെയാണോ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനനുസരിച്ചും നമ്മളെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കും, ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ PSC കോഴ്സുകളെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, PSCയുടെ കോഴ്സുകളൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീമെയിൽസിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുക. നമ്മളെ ലീഡ് ജനറേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ നമ്പേഴ്സിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഫീമെയിൽസിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം കേരളത്തിലെ PSC എഴുതുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അപ്പൊ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, നിങ്ങൾ ഏത് ഇൻട്രസ്റ്റ് ആണോ ഫോക്കസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജെൻഡറിന്റെ സെലക്ഷൻ കൂടി വരിക. ഓക്കെ, പിന്നെ നമ്മൾ ഏത് ലൊക്കേഷനിലുള്ള ആളുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. ഇപ്പൊ ഒരാള് വരികയാണ്, ട്യൂഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, ആള് നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ നേരത്തെ പേര് ഞാൻ പറഞ്ഞു, ആള് പറഞ്ഞ പോലെ ഇവിടെ നാട്ടിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെർ അവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാലറിയെ കിട്ടുള്ളൂ. നേരെ മറിച്ച് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്, അതായത് GCC-ലൊക്കെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള സ്റ്റുഡൻസിന് നിങ്ങൾ അത്യാവശ്യം ലാംഗ്വേജും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പെർ അവർ ഇവിടെ 100 ആണെങ്കിൽ അവിടെ നമുക്ക് 1000 രൂപ വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ആർക്കാണ് എവിടെയാണ് ക്ലാസ് എടുക്കേണ്ടത്, ഏത് ലൊക്കേഷനിലാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ക്ലാസിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ഏത് ഏജ് ഗ്രൂപ്പുള്ള ആളുകളെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ആ കുട്ടികളുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ടേസ്റ്റ് ഉള്ള ആളുകളെയാണ്. ഇപ്പോ മാത്സ് പഠിപ്പിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആള് മാത്സിൽ ഭയങ്കര ഉഷാറാണ്, എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരാളാണ്. അയാൾക്ക് ട്യൂഷൻ എടുക്കാം, ഒരു ഓപ്ഷനാണ്. ഓക്കെ, അയാൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്ലാസ്സുകൾ എടുക്കാം, മറ്റൊരു ഓപ്ഷനാണ്, മറ്റൊരു ഇൻട്രസ്റ്റ് ആണത്. പക്ഷെ അയാൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഈ മാത്സിന്റെ ഒളിമ്പ്യാഡ് ഇല്ലേ, നിങ്ങളൊക്കെ മക്കൾ ചിലപ്പോൾ എഴുതുന്നുണ്ടാവില്ല, മാത്സിന്റെ ഒളിമ്പ്യാഡ് ടെസ്റ്റുകൾ എഴുതാറില്ലേ? ഒളിമ്പ്യാഡ് ടെസ്റ്റുകൾ എഴുതാറുണ്ടോ? കേട്ടിട്ടില്ലേ? വീട്ടിലൊന്നും ആരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടും. അയാളെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു മാസം അയാൾക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റും, ഒരു സംശയമില്ല.
അപ്പൊ അത് കൂടുതൽ ആളുകളൊന്നും ചെയ്യാത്ത ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റില് എന്ത് ചെയ്താലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി കുത്തിയിരുന്ന് ആലോചിക്കണം. ആ ആലോചിക്കുന്ന സമയത്ത് ഈ ഏജിനനുസരിച്ച്, ഇൻട്രസ്റ്റിനനുസരിച്ച്, ജെൻഡറിനനുസരിച്ച്, ലൊക്കേഷൻ അനുസരിച്ചൊക്കെ ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതനുസരിച്ച് വേണം നമ്മുടെ ഓഡിയൻസ് ആരാവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഏത് കാറ്റഗറിയിലുള്ള ആളുകളെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് പ്രായക്കാരെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് വിഭാഗക്കാരെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് ലൊക്കേഷനിലുള്ള ആളുകളെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പേജിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞത്, ഈ ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത്, ട്യൂഷനൊക്കെ ഇപ്പൊ എല്ലാവർക്കും എടുക്കാം. ട്യൂഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 350 പേര് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് കഴിഞ്ഞ 6 മാസം കൊണ്ട് നമ്മൾ വല്ലാണ്ടൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. 7-8 പേർക്കേ നമുക്കിപ്പോ ജോലി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അത്രേ പറ്റുള്ളൂ. ഇനി നമ്മൾ കൂടുന്ന സമയത്ത് എന്താണെങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കും നമുക്ക് ജോലി എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഏകദേശം 63 പേരെ ഇന്റർവ്യൂ ചെയ്തിപ്പോ അതിൽ ഏകദേശം ഒരു 15 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോരാ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു എനർജി അവരെടുത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ്, നമ്മൾ വഴി നിങ്ങൾക്ക് ട്യൂഷൻസ് കിട്ടുന്ന സമയത്ത് അതിൽ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് അതിന്റെ വഴിക്ക് പോകും. ഞാനിപ്പോ ഈ പറയുന്നത് എന്താ, നമ്മുടെ കയ്യിലുള്ള ഒരു മരുന്നിനെ കുട്ടികളിലേക്ക് എത്തിക്കുക, നമ്മുടെ കയ്യിലുള്ള ഒരു ആശയത്തെ, നമ്മുടെ കയ്യിലുള്ള ഒരു കൺസെപ്റ്റിനെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പേജിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ഏകദേശം ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ട് വേറെ ആരും കൊടുക്കാത്തൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ അത് മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും സുഖമുള്ള കാര്യം. നേരത്തെ ഞാൻ മാത്സിന്റെ ഒളിമ്പ്യാഡ് പറഞ്ഞില്ലേ, ഞാൻ പച്ചവെള്ളം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത്, കമ്പ്യൂട്ടർ എനിക്ക് അറിയുന്ന സബ്ജക്റ്റ് ആണ്, എൻ്റെ സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ മറ്റൊരു സബ്ജക്റ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. ഇത് രണ്ടുമാണ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്. ഈ 2 സബ്ജക്റ്റ്, കമ്പ്യൂട്ടർ 199 രൂപയ്ക്ക് ഒരു കോഴ്സ്, കറണ്ട് അഫയേഴ്സ് 199 രൂപയ്ക്ക് ഒരു കോഴ്സ്, ഇതാണ് ഞാൻ ആദ്യം സ്പെസിഫിക് ആയിട്ട് കൊടുത്ത അല്ലെങ്കിൽ ഞാൻ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു സാധനം. അപ്പോ എന്താ പറയാ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ആപ്പുകൾ ഉണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഇത് PSC ഒക്കെ ഉള്ള ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സും കമ്പ്യൂട്ടറൊക്കെ വേറെ ആളുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ഇതുവരെ ആരും കൊടുക്കാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ഉണ്ടാവും. X&Y ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. X&Y ലേണിംഗ് അവര് എന്താ ചെയ്യുന്ന അറിയോ, IIT-യിലേക്ക് കുട്ടികൾ എത്തിക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ആപ്പ്. അതായത് ട്യൂഷൻസ് ഉണ്ട്, നീറ്റ് എൻട്രൻസ് ഉണ്ട്, JEE എൻട്രൻസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്ന എന്താണെന്നറിയോ, IIT-യിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നു. അത് വേറെ ആരും കൊടുക്കാത്തൊരു സംഭവമാണ്. അതേപോലെ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പകുതി വിജയിച്ചു. അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പൊ നിങ്ങൾ നന്നായി പടം വരയ്ക്കുന്ന ഒരാളാണ്, ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളെ നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളാണ്, കുക്കിങ്ങിന്റെ ഒക്കെ കോഴ്സുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സെല്ലാവും എന്നുള്ള. ഉഡ്മിയിലൊക്കെ ഏറ്റവും കൂടുതൽ സെല്ലായിട്ടുള്ള കുക്കിംഗ് കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉഡ്മി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ബുക്ക് മൈ ടീച്ചർ പോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ അങ്ങോട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. എങ്കിലും ബുക്ക് മൈ ടീച്ചറിലും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സുകളെ എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിലേക്കൊക്കെ ഞാൻ പറഞ്ഞു വരാം, എങ്ങനെയാണ് ബുക്ക് മൈ ടീച്ചറിൽ നിങ്ങൾക്ക് കോഴ്സുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. മറ്റാരും കൊടുക്കാത്ത, കോമ്പറ്റീഷൻ ഇല്ലാത്ത പുതിയൊരു മേഖല കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വിജയിച്ചു, ഒരുപാട് ബഹുദൂരം നമ്മൾ മുന്നിലെത്തും. പക്ഷെ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ആളുകൾ കൊടുക്കുന്ന, ഇപ്പൊ ട്യൂഷൻ ആയിക്കോട്ടെ, എന്ത് ക്ലാസ്സുകളായിക്കോട്ടെ, മറ്റുള്ളവർ കൊടുക്കുന്ന ക്ലാസ്സുകളാണെങ്കിലും അതില് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു 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 പ്രൊഡക്റ്റ് ആക്കി അതിനെ മാറ്റാം. ഇപ്പൊ പച്ചവെള്ളത്തിന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ ഫോളോ ചെയ്ത ഒരു മെത്തേഡ് എന്താണെന്ന് അറിയാം. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്
ഈ പേര് പോലെ തന്നെയാണ്, പച്ചവെള്ളം പോലെ പഠിക്കുക എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് എന്റെ ക്ലാസ്സുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും ബേസ് ലെവലിൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിൽ ഏത് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ഈ ബേസ് അവരുടെ മനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അത് ക്യാച്ച് ചെയ്യാനും പറ്റും, മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ഞാൻ അത് നമ്മളിപ്പോ എവിടെയും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്. യെസ്, ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സിനെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അതാണ്. അതായത് നമ്മൾ ബേസ് സെറ്റ് ആവാതെ വേറെ എന്ത് മുകളിലോട്ട് പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ബേസിന് നമ്മൾ കുറച്ചധികം സമയം എടുത്തു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റു കോമ്പറ്റേറ്റീവ് എക്സാം പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നുള്ളത്. ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആ രൂപത്തിലാണ്. അതുപോലെ നിങ്ങളിപ്പോ ട്യൂഷൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും, നിങ്ങളെ എന്താ പറയാ, വേറെ എന്ത് ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണെങ്കിലും, കോളേജ് പഠിപ്പിക്കുന്നോ സ്കൂൾ പഠിപ്പിക്കുന്നോ എന്ത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിലും, എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് അതേഴ്സ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. എല്ലാവരും കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വില ഉണ്ടാവില്ല. അപ്പൊ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആരും കൊടുക്കാത്ത ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കണം. അതല്ലെങ്കിൽ എല്ലാവരും കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര നമുക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, യെസ്, ഇതൊക്കെ ആയാലേ ഉള്ളൂ നമുക്കൊരു പ്രൊഡക്റ്റ് സുഗമമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനും നല്ല രീതിയിൽ മോണിറ്റൈസ് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ മാർക്കറ്റോ? സ്റ്റുഡൻസിന്റെ അടുത്ത് എന്ത് മാർക്കറ്റ്? എന്താണ് മാർക്കറ്റ്? എന്താണ് മാർക്കറ്റ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ PSC ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ പാരന്റ് കമ്പനി പച്ചവെള്ളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റ് എന്താണെന്നറിയോ? ഏകദേശം 15 ലക്ഷം മുതൽ 20 ലക്ഷമാണ് നമ്മുടെ ടോട്ടൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. അതായത് PSC എഴുതുന്ന ആളുകൾ, LDC കഴിഞ്ഞ പ്രാവശ്യം 13 ലക്ഷം ആളുകൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അല്ലെ? അപ്പൊ മറ്റു പല പരീക്ഷകളും കൂട്ടുന്ന സമയത്ത് ഒരു 15 ലക്ഷം ആളുകൾ മുതൽ 20 ലക്ഷം ആളുകൾ വരെയാണ് ഒരു വർഷം PSC പഠിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ടോട്ടൽ ഓഡിയൻസ്. അത് മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ ട്യൂഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഗൾഫിൽ ട്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാത്സ് ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു പെയിന്റിംഗ് ക്ലാസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇതിലൊക്കെ നമ്പർ മാറ്റം ഉണ്ടാവുമല്ലോ, മാർക്കറ്റ് മാറ്റം ഉണ്ടാവുമല്ലോ. ആ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തു ആവട്ടെ, നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഓരോരോ ഐഡിയാസ് ഉണ്ടാവണമെങ്കിലേ ഇതാവുള്ളൂ. ഇപ്പോ എനിക്കൊരു സുഹൃത്തുണ്ട്, അജാസ് എന്നവന്റെ പേര്. അവൻ ഭയങ്കര പൈസക്കാരനാണ്. അവൻ എന്താ ചെയ്യുന്ന അറിയോ? ഒന്നുമില്ല, സപ്ലി ഉള്ള കുട്ടികൾക്ക് കൊമേഴ്സിന്റെ ക്ലാസ് കൊടുക്കും, വേറെ ഒന്നും ചെയ്യില്ല ആള്. സർവീസ് ലീവ് എടുത്തിട്ട് ഇപ്പൊ ഇതാ പരിപാടി. സപ്ലി ഉണ്ടാവില്ലേ ഈ പിന്നെ ഡിഗ്രിക്കാരൊക്കെ, പിന്നെ BCom BBAയിലൊക്കെ പേപ്പർ പോവല്ലോ. ഈ പോകുന്ന കുട്ടികളുടെ പേപ്പർ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ടിപ്സും ട്രിക്സും ആണ് അവന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പേപ്പർ പോവാന്നുള്ളതിന് കാരണം അവരൊന്നും നോക്കാത്തോണ്ടാണ്. നമ്മൾ ആ കൃത്യമായിട്ട് വരുന്ന കുറെ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവൻ അവന്റേതായിട്ടുള്ള രൂപത്തിൽ അത് കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കും. ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്സാവും, പൈസ ഇവർക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവൻ സെല്ല് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണേ. ഇനി നിങ്ങളെ അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കിട്ടിയോ, എന്താ അവസ്ഥ, എന്താ ഒന്ന് ആലോചിക്കണം എന്നുള്ളവരുണ്ടാവും. പക്ഷെ ചിലർക്ക് ആ ഇന്നത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എന്താ പറയാ ഒരു അഭിപ്രായം അറിയണമെന്നുണ്ടെങ്കിലും ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു സംഭവം ബുക്ക് മൈ ടീച്ചർ വഴി നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് പറയാന്ന് വിചാരിച്ചാണ്, ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ഏത്? ബുക്ക് മൈ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കതൊരു കോഴ്സ് ആയിട്ട് ഇവിടെ അനൗൺസ് ചെയ്യാം. നമുക്കത് മോണിറ്റൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്.
ഓക്കെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോമും അതിനനുസരിച്ച്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തില്ലേ, വെബിനാർ എടുത്തില്ലേ, നിങ്ങൾക്ക് ഒരു കോഴ്സ് വെബിനാറിന്റെ സെഷനിലെ ഇന്ന സമയം ഒരു 10 സെഷനുള്ള അല്ലെങ്കിൽ ഒരു 20 സെഷൻ, ഒരു മാസത്തിൽ 20 സെഷനുള്ള ഒരു കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം. അതിൽ നിന്ന് കുട്ടികളെ ഫീസ് വാങ്ങാം. അത് വരുന്ന കുട്ടികളുടെ ഫീസിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് തന്നെ ഏൺ ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ ആപ്പ് വഴി നമ്മൾ ഒരുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ക്ലാസ്സിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഐഡിയാസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ. ഇനി ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനൊരു പേരിടുക എന്നുള്ളതാണ്. ഇപ്പോ അതിനൊരു ഐഡന്റിറ്റി വേണം. നാളെ ആ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുള്ള ഒരു പേരാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ അത് തീരുമാനിച്ച് നിശ്ചയിച്ചിട്ടുണ്ടാവണം. നിങ്ങളത് അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങളെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലേ ആ ചിന്ത ആദ്യം നിങ്ങൾ ഒഴിവാക്കണേ കേട്ടോ. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചിന്തയുള്ള ആളുകളെ ആദ്യം അത് ഒഴിവാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 15 വർഷമായിട്ട് ഞാൻ മക്കളെ പല കോളേജുകളും സ്കൂളുകളിലൊക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. തുടങ്ങി കഴിഞ്ഞാൽ പിള്ളേര് വന്നില്ലെങ്കിൽ ഈ സ്റ്റാഫിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സാലറി കൊടുക്കണം, നമ്മുടെ കറണ്ട് ബില്ല്, ചെലവ്, ബിൽഡിംഗ് റെന്റ്, ഇങ്ങനെയുള്ള ടെൻഷൻസ് നമുക്ക് വരും, സ്വാഭാവികമായിട്ടും വരും. ആദ്യഘട്ടത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങൾ അതിനു വേണ്ടി ഡെഡിക്കേഷൻ കൊടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പറ്റും. 2 വർഷം കൊണ്ട് 2.5 ലക്ഷം കുട്ടികളെ നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, നേശിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് കാണാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റും കേട്ടോ. അപ്പൊ ഒരു പേര് സെലക്ട് ചെയ്യണം. ഞാൻ എന്റെ സർവീസിന്, അതായത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പ് എന്നുള്ളതാണ് ഇപ്പൊ പേരിട്ടിട്ടുള്ളത്. പച്ചവെള്ളം പോലെ പഠിക്കാന്നുള്ളത്. ആദ്യം എന്തായിരുന്നു അതിന്റെ പേര്? ഡ്രീം ജോബ് എന്നുള്ളതായിരുന്നു ആദ്യം ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിരുന്ന പേര്, ഡ്രീം ജോബ്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോ തോന്നി ഇതെന്താ ഡ്രീം ജോബ്, ഒരു സുഖമില്ലല്ലോ അല്ലെ. ഇതിപ്പോ എല്ലായിടത്തും ഡ്രീം ജോബ് എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയാ, ഒരു പഞ്ചില്ല. പലയിടത്തായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. നാളെ ഇത് എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രീം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേര് കണ്ടുപിടിച്ച സമയത്ത് തന്നെ നമ്മൾ അതിന്റെ കോപ്പി റൈറ്റിനെ കുറിച്ചും അന്വേഷിച്ചു. പലർക്കും സംഭവിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും, യൂട്യൂബ് ചാനലോ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോ ഇൻസ്റ്റഗ്രാം ഒക്കെ അങ്ങ് ക്ലിക്കാവും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പേജൊക്കെ തുടങ്ങിയിട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതങ്ങ് ക്ലിക്കാവും. ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ കോപ്പിറൈറ്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ പോകുന്ന സമയത്തായിരിക്കും ഓൾറെഡി അത് ആ പേര് എക്സിസ്റ്റിംഗ് ആണ്, ആ പേര് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ചൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ അതിന്റെ പേരും കോപ്പിറൈറ്റും എന്ത് ചെയ്യണം, നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് നാളെ നമുക്ക് ഇന്ന രൂപത്തിലാകാൻ പറ്റും എന്നുള്ള ഒരു വിഷനോട് കൂടിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, ആരും കൊടുക്കാത്ത ഒരു എഡ്യൂക്കേഷൻ സർവീസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാലേ അത് ഏറ്റവും അടിപൊളിയായി. ഇനി ആരെങ്കിലും കൊടുക്കുന്നതേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യസ്തമായി കൊടുക്കാൻ പറ്റും എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ആലോചിക്കുക. മാർക്കറ്റ് എത്രത്തോളം വലുതാണെന്നുള്ളത് ആലോചിക്കുക, അതിനൊരു പേരിടണമെന്ന് ആലോചിക്കുക, അതിന് കോപ്പിറൈറ്റ് വേണം എന്നുള്ളത് ആലോചിക്കുക. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൊടുക്കണം, ഏത് ലൊക്കേഷനുള്ള ആളുകൾക്ക് കൊടുക്കണം, ഏത് ജെൻഡറുള്ള ആളുകൾക്ക് കൊടുക്കണം, എന്ത് ടേസ്റ്റ് ഉള്ള എന്ത് ടോപ്പിക്കിൽ ക്ലാസ്സുകൾ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇത്രയും കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ, അതിന് നിങ്ങൾക്ക് ChatGPT നോക്കാം, ജെമിനി നോക്കാം, ഒരുപാട് ഇന്റർനാഷണൽ ചാനലുകൾ ഉണ്ട്, ഇതൊക്കെ നോക്കാം. ആരും കൊടുക്കാത്ത പ്രൊഡക്റ്റ്. ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു ആശയമാണ്, ബുക്ക് മൈ ടീച്ചർ വഴി നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് സ്കൂളിൽ എല്ലാ ആക്ടിവിറ്റീസും ഒന്നും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കൂല, സമയം ഉണ്ടാവില്ല. അപ്പോ ഈ ആക്ടിവിറ്റീസ് കൃത്യമായി ചെയ്താലേ ഇതിനുള്ളിലുള്ള ഫിസിക്സ് ഇവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഫിസിക്സിലുള്ള ആക്ടിവിറ്റീസ് മാത്രം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചർ ചെറിയ ഫീസ് ഇട്ടാൽ മതി. ഒരു 100 രൂപ 200 രൂപ ഫീസ് ഇട്ടാൽ മതി. ഫിസിക്സിലുള്ള ആക്ടിവിറ്റീസ് മാത്രം പഠിപ്പിക്കുക. ആ ആക്ടിവിറ്റീസിൽ ഊന്നിക്കൊണ്ട് അതിന്റെ കൺസെപ്റ്റ് പഠിപ്പിക്കുക.
എന്താണ് പ്രതലബലം, എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ഗ്ലാസ് എടുക്കുന്നു, ഒരു ബ്ലേഡ് ഇതിനകത്ത് വെക്കുന്നു, യെസ് അതിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ള രൂപത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വരുന്നേ. യെസ് ആദ്യമൊന്നും ചിലപ്പോൾ ഒരുപാട് കുട്ടികളൊന്നും വരില്ല, ചിലപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിട്ടായിരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തുക. പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒരു നിശ്ചയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേർ വരും, ഉറപ്പാണേ. വിശ്വസിക്കുക, നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളെ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ എന്താ പറയാ, അധികം ആളുകളും ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പുമായിട്ടോ ഞാനുമായിട്ടോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ആപ്പ് വഴിയും നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇപ്പോ എന്തെങ്കിലും ഐഡിയാസോ അല്ലെ എന്തെങ്കിലും പഠിപ്പിക്കണം എന്നുള്ള ഒരു തോന്നലോ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ വേറൊരു സത്യം മാത്രം മനസ്സിലാക്കി വെക്കുക. നിങ്ങള് ഒരു എന്താ പറയാ, എങ്ങനെ എവിടെ എത്ര സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സർവീസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ മോണിറ്റൈസേഷനേക്കാളും മുകളിലാണ്. ഇപ്പൊ ഞാനൊക്കെ അനുഭവിക്കുന്നത് അതാണ്. അതായത് ഓരോ ദിവസം 2-3 ആളുകൾ അഡ്വൈസ് കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും. നമ്മളൊരു കാര്യം ചെയ്ത്, നമ്മളൊക്കെ ടീച്ചേഴ്സ് ആണല്ലോ, നമ്മളൊരു കാര്യം ചെയ്ത് ആ കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരം ഉണ്ടായി എന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇന്നിപ്പോ ഒരാൾ സെൽഫി എടുത്തിട്ട് അടിച്ചു, ഏതൊരു ഓഫീസിൽ SCSTയുടെ ഏതൊരു ഓഫീസിൽ 3 പേരുടെ ഒരു ഫോട്ടോ. അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഈ 3 പേര് പച്ചവെള്ളത്തിന്റെ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ്, ഗവൺമെന്റ് ഓഫീസിലാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് അതാണ്, നമ്മുടെ സർവീസ് അതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ എന്താ പറയാ, കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്ലാസ്സുകൾ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റിൽ, നിങ്ങളിപ്പോ PG പഠിച്ചവരായിരിക്കും, ഡിഗ്രി പഠിച്ചവരായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കഴിവുള്ളവരായിരിക്കും. ഇപ്പോ എന്റെ അനിയത്തി ഉണ്ട്, പിന്നെ ആളിപ്പോ PG കഴിഞ്ഞിരിക്കുകയാണ്. ആളെ വെച്ചിട്ട് നമ്മൾ ബുക്ക് മൈ ടീച്ചറിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ, ആൾക്ക് ഈ ഒരു പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അതിന്റെ പേര് ആക്രിപീഡിയ എന്നുള്ളതാണ്. ആക്രിപീഡിയ കേട്ടിട്ടുണ്ടോ? കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഏതോ ഹാക്കേഴ്സ് ഒക്കെ അടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഇപ്പൊ ചെറിയൊരു പേജാണ് ആക്രിപീഡിയ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ആർട്ട് ആൻഡ് ക്രിയേഷൻ എന്നുള്ളതാണ് അവൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികൾക്ക് എന്താണോ ആർട്ടിൽ ഊന്നിക്കൊണ്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുക. അതൊരു കോഴ്സായിട്ട് നമുക്കൊന്ന് ലോഞ്ച് ചെയ്ത് നോക്കാലോ. താല്പര്യമുള്ള എത്രയോ മക്കളുണ്ടാവും, നാഷണൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടാവും, ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ടാവും. നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്തു നോക്കുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ, നമ്മളിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ആലോചിച്ച് നമ്മളെ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇന്നത് കൊടുക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാലേ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെ ഈ പറയുന്ന കുട്ടികളിലേക്ക്, ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ നിങ്ങളെ ഇത്രയും കേട്ടതിൽ നിന്ന് ഇന്ന ഒരു കാര്യം ചെയ്താൽ അത് വർക്ക് ആവുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിൽ വരുന്നുണ്ട്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടോ എന്നുള്ളതെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള ടോപ്പിക്കിലായിരിക്കും നാളത്തെ നമ്മുടെ സെഷൻ. യെസ്, അപ്പോൾ ഇവിടെ കേട്ടിരുന്ന ഒരു 10-15 പേരുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലുമൊക്കെ ഐഡിയാസോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ സെഷൻ ഉപകാരപ്പെട്ടിരുന്നോ എന്നുള്ളതും പറയാം. ഏറ്റവും ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുറന്ന പുസ്തകമായിട്ട് ബുക്ക് മൈ ടീച്ചറും നമ്മുടെ ടെക്നിക്കൽ ടീമും നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. പിള്ളേര് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലാന്നേ, നമുക്ക് കോഴ്സ് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് തുടങ്ങാം. ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെയ്ഡ് ആക്കാം. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോവാ. ആദ്യം തന്നെ നമുക്ക് എന്താ പറയാ, ഒരുപാട് കുട്ടികളൊന്നും വരില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ഒരു ഇത്തിരി സ്ട്രഗിളൊക്കെ ചെയ്യേണ്ടി വരും. എനിക്ക് പെർ അവർ ഇത്ര എമൗണ്ട് കിട്ടിയാലേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് ബസ്സിൽ പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇരിക്കാനേ പറ്റുണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, അവര് വഴിയും അവരുടെ വഴിയും ഒക്കെ കുട്ടികൾ നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. യെസ്, എന്താണ് കേട്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലും ആശയങ്ങളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. യെസ്,
അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നു. അഞ്ജന എന്തോ പറയാൻ വരുന്നുണ്ട്. അഞ്ജന പറയൂ പറയൂ പറയൂ. ഇല്ല സാർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് ഇതുവരെ ക്ലാസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. വീട്ടില് കല്യാണത്തിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ഇപ്പൊ അങ്ങനെ എടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ആശയം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പറ്റുകയാണെങ്കിൽ ഇതേപോലെ ക്ലാസ് എടുക്കാം. എന്തായിരുന്നു സബ്ജക്ട്? എന്തായിരുന്നു? ഇല്ല, ഞാൻ കുഞ്ഞു മക്കൾക്കും പിന്നെ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് വീട്ടില്. എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ ബികോം ആണ്. ബികോം ആണ്. ഓക്കെ ഓക്കെ. അപ്പോ അതാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പറഞ്ഞതിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്താൽ മതി. ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ തന്നെ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഇപ്പൊ നമുക്ക് ഇതിൽ വേണ്ടിയിട്ട് വലിയ തിരക്കുകളൊന്നുമില്ല, മറ്റു തിരക്കുകളേ ഉള്ളൂ. പക്ഷേ ഒരു നിശ്ചിത സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു വലിയ GTC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പല രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള സെഷൻസും കാര്യങ്ങളും കൊടുത്ത് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ച് വലിയൊരു ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം എന്നുള്ളതാണ് നമ്മളിപ്പോ സ്വപ്നം കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് ആദ്യത്തെ സെഷനിലാണ് നിങ്ങളൊക്കെ പങ്കെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതിലൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇനി ബാക്കിയുള്ളവർ എന്താ അഭിപ്രായം എന്നുള്ളതൊന്ന് പറയൂ. എന്തെങ്കിലും ആശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും പറയൂ. പറഞ്ഞോളൂ സാർ. ആദ്യം തന്നെ പറഞ്ഞിട്ടെ, LP-UPയുടെ ടീച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാട്ടോ. ക്ലാസ് ഒക്കെ നല്ല അടിപൊളി ക്ലാസ് ആണ്. പിന്നെ സാറ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊക്കെ വെറൈറ്റി ആയിട്ട് ക്ലാസ് എടുക്കാവെന്ന് ആലോചിക്കുന്നത്. ഇതിനു മുന്നേ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ യൂട്യൂബില് PSC ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, കുറച്ചാളായിട്ട് നിർത്തി. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ക്ലാസ് എടുക്കുന്ന കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. നോർമലായിട്ട് അങ്ങനെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ചിന്തിക്കണം ചിന്തിക്കണം. പിന്നെ ഇനി ഞാൻ എന്താ പറയാ, നമ്മള് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാള്, ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാണ്. കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാള് ആള് ഗവൺമെന്റ് സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു, കിട്ടാതിരുന്നിട്ട് അയാൾ ഇതുപോലെ എന്താ പറയാ, അയാളുടേതായിട്ടുള്ള രൂപത്തിൽ വേറൊരു ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കൽ തന്നെയാണ്. പക്ഷെ ഈ ബിടെക്കിന്റെ ഒക്കെ ട്യൂഷൻസ് ആണ് അയാൾ ഫോക്കസ് ചെയ്തത്. ആളെ ബിടെക് M.Tech കഴിഞ്ഞ ആളായിരുന്നു. കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഇപ്പൊ ഈ ബിടെക്കിന്റെ ട്യൂഷൻ ആളെ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഇതാക്കിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തെ അയാളുടെ റവന്യൂ എന്ന് പറയുന്നത് 2.5 കോടിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അപ്പൊ ഈ 5000 6000 ഒക്കെയാണ് ഒരു കുട്ടീന്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത്. 1000കണക്കിന് 10000കണക്കിന് കുട്ടികളാണ് ആളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓരോ സെമസ്റ്ററിൽ ഈ സപ്ലിയുള്ള ആളുകളും ഈ ഇപ്പൊ എന്താ പറയാ, പിന്നെ എന്താ പറയുക, ചില സബ്ജക്റ്റിൽ ബാക്കുള്ള ആളുകൾ, അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് ബാക്കുള്ള ആളുകൾ. അപ്പൊ നമ്മൾ എവിടെ നമ്മൾ പിച്ച് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പോസിബിലിറ്റീസ് ഒരുപാട് വൈഡാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. ബിന്ദുലേക്ക് പറഞ്ഞ പോലെ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പൊ കേട്ടതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക. ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നമ്മൾ ഒരുപാട് വെക്കും. നമ്മുടെ ആപ്പ് എന്തായാലും ലോഞ്ച് ആയിട്ടുണ്ട്. SCP-നുള്ള ഇതുപോലെയുള്ള സെഷൻസ് ഒരുപാട് നമ്മൾ വെക്കും. അപ്പോ ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ഇന്ദുലേഖ പറഞ്ഞ മുഴുവനാക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ബാക്കി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയാസ്, ഒരു ഉദാഹരണത്തിന് സാർ ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നന്നായിരിക്കുമോ എന്നുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ആശയോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടോ? സാറ് പറഞ്ഞതിന്റെ കൂട്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉത്തരം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം കൊടുക്കില്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് ഒരു എക്സ്പെരിമെന്റ് രൂപത്തിലോ അങ്ങനെയൊക്കെ എടുത്ത ഒരു വ്യത്യസ്തതയായിരിക്കും. അത് കുട്ടികൾ അന്വേഷിച്ച് നടക്കുന്ന കാര്യമായിരിക്കും. ഇതിന്റെ ആൻസർ എവിടെ കിട്ടും അങ്ങനെയൊക്കെ. അതെ അതെ. പിന്നെ അതല്ല, നിങ്ങൾ വേണമെങ്കിൽ ഒരു കോഴ്സ് കൊടുക്കുന്നു. ഇപ്പൊ അഞ്ജനാസ് ഹോംവർക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കൊടുക്കുന്നു. ചെറിയ മക്കൾക്ക് ഹോംവർക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കൂടെ നമുക്ക്? അതായത് പിള്ളേർക്ക് ഹോംവർക്ക് ഉണ്ടാവുമല്ലോ. ഈ ഹോംവർക്ക് എന്താണ്? ഹോംവർക്ക് ചെയ്യാൻ ഈ അച്ഛനും അമ്മക്കൊന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. മക്കളെ പഠിപ്പിക്കാനൊന്നും സമയമില്ലാത്ത കുറേ ആളുകളുണ്ട്. അപ്പൊ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം 5ാം ക്ലാസ് വരെയുള്ള ഏത് സബ്ജക്റ്റിനും ഹോംവർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളെ എന്താണ് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തെന്ന് തുടങ്ങുക. അത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. യെസ്. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചാൽ കിട്ടും കേട്ടോ, കിട്ടും. അപ്പൊ അത് നമ്മളത് വെറുതെ
നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങി ഇങ്ങനെ ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് 4 ആളുടെ മുന്നിൽ അറിയപ്പെടാനുള്ള കാര്യങ്ങൾ നമുക്ക് മാക്സിമം ചെയ്യാം. അങ്ങനെ ആലോചിച്ചു, പല കാര്യങ്ങൾ ആലോചിച്ചു നോക്കൂ. പറയൂ. ഹലോ സർ, എനിക്ക് തോന്നുന്നത് ഇപ്പോ കുട്ടികൾക്ക് ഇപ്പൊ ഒരുപാട് പഠിക്കാനുള്ള ഇതുണ്ട്, കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ലാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 16 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാൻ തന്നെ ഇറങ്ങിയത്. പഠിക്കാന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ഉള്ളു എന്റെ കഴിക്കാൻ. പിന്നെ ഡിസ്റ്റൻസ് എടുത്തു, ഡിഗ്രി ഡിസ്റ്റൻസ് ഇപ്പൊ ചെയ്യണേ. PSCന്റെ ഇടയിൽ പിന്നെ ഫാമിലി ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഏജ് ഓവർ ആയിപ്പോ. അപ്പൊ ഇപ്പൊ ഞാന് എന്റെ കൂടെ ഇരിക്കുന്ന ഇപ്പൊ 20, 23, 25 ഏജുള്ള കുട്ടികളാണ് PSCക്ക് വരുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്നു അവരിലൊക്കെ ഒരു ഭയങ്കര ഡിമോട്ടിവേറ്റീവ് ആണ്. അവര് പഠനത്തില് കിട്ടോ അങ്ങനെ ഭയങ്കര. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഏജിൽ ഇറങ്ങിയിട്ടും എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എന്റെ മാർക്കിൽ ആദ്യം സീറ്റുകളെടുത്ത് ഇപ്പൊ LDS ഒക്കെ ആണെങ്കിൽ 70 അല്ലെങ്കിൽ 80, LDCക്ക് വന്ന് 50, 60 ആ ഒരു ലെവൽ. കഴിഞ്ഞ എക്സാമിന് ഞാൻ ഉറപ്പിച്ചൊന്നും LDC, പക്ഷെ ആ സമയത്ത് വീട്ടില് പിന്നെ സുഖമില്ലാതെ ഉപ്പുണ്ടായതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയത്തില്ല. അപ്പൊ ഇവർക്ക് എന്താ പറയാ മോട്ടിവേഷൻ ഞാൻ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ മത്സര പരീക്ഷകൾ പങ്കെടുക്കുന്നവർക്ക് ക്ലാസ്സിന്റെ കൂടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞതാട്ടോ. നമ്മുടെ പച്ചവെള്ളത്തിന്റെ സ്റ്റുഡന്റ് ആണോ? പച്ചവെള്ളത്തിൽ നമ്മൾ രചിത മാം ഉണ്ട്. ആൾക്ക് 24 മണിക്കൂർ ഇപ്പൊ മോട്ടിവേഷൻ കൊടുക്കൽ മാത്രമാണ് കഴിഞ്ഞ 6 മാസമായിട്ട് ആളുടെ പണി. തലകുത്തി നിൽക്കാന്നാ പറഞ്ഞത്. ഓരോ ബാച്ചുകളിൽ നിന്നും ബാച്ചുകളിലേക്ക് പേഴ്സണൽ മെസ്സേജുകൾ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതൊരു കോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോട്ടിവേഷൻ ക്ലാസിനെ പറ്റി പറഞ്ഞില്ല, അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. പുതിയ ബാച്ചാണോ? അല്ല, ഞാൻ ബാച്ചിലൊന്നും ഇല്ല ഇതുവരെയായിട്ട്. അത് നമ്മൾ ചെയ്യും. നമ്മുടെ സർവീസിന്റെ ഭാഗമായിട്ട് രചിത എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ ഉണ്ട് നമ്മുടെ ബാച്ചിൽ. ആളെ പിന്നെ സോഷ്യൽ വർക്ക് കഴിഞ്ഞാണ്, സൈക്കോളജി കഴിഞ്ഞാണ്, പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ കൗൺസിലർ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെ ആളുമായിട്ട് സംസാരിക്കാം. അത് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ എടുത്തു പറയുന്നതാണ്. അപ്പൊ അങ്ങനെയൊന്നും എല്ലാ ആപ്പുകളിലൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണെങ്കിലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് കോഴ്സായിട്ട് കൊടുക്കാം. ഇപ്പൊ ഈ സെലീന പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മളൊരു കോഴ്സായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നാളെ നിങ്ങൾക്ക് രാവിലെ 10 മണിക്ക് എന്തുണ്ട്, ഒരു വെബിനാർ ഉണ്ട്, പാരന്റിങ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസ് കാര്യങ്ങളും രചിത മാമിനെ വെച്ചിട്ട് കുക്മൈ ടീച്ചറിൽ കോഴ്സായിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. അത് നമ്മൾ വരുന്ന കാര്യമാണ്, കോഴ്സുകളായിട്ട് തന്നെ വരുന്ന കാര്യമാണ്. ഓക്കെ താങ്ക് യു. അപ്പോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ബുക്ക് മൈ ടീച്ചർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റുഡൻസിനെ റിക്വയർമെന്റ് വരുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിലായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ലിസ്റ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് അസൈൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതതിന്റെ വഴിക്ക് നടക്കും. പക്ഷെ ഞാൻ അതിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിപ്പോ നമുക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് കിട്ടും. നമ്മൾ എപ്പോഴും നമ്മുടേതായിട്ടുള്ള, അത് നേരത്തെ അശ്വതി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ രൂപത്തിലാണ്. നമ്മളൊരു പെർ അവർ കൊടുത്തിട്ട് പെർ അവറിന് പേയ്മെന്റ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടികളെ അസൈൻ ചെയ്ത് കൊടുക്കുക. പക്ഷെ അതിനേക്കാളും നമുക്ക് മുന്നിൽ എത്താൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ, അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കും കേട്ടോ. പിന്നെ സാർ ഇതിന് ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പൊ ടീച്ചിങ്ങിനുള്ള ഇതുണ്ടാവോ, ചെയ്യാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ക്വാളിഫിക്കേഷൻ ഇവിടെ ഒരു കൺസേണേ അല്ല. നമുക്ക് കഴിവുണ്ടോ, നമുക്ക് പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ, പിന്നെ ക്വാളിഫിക്കേഷൻ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡിഗ്രിക്കാരെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മിനിമം ഒരു ഡിഗ്രി വേണം എന്നുള്ളത് ഒരു ബേസിക് കാര്യമാണല്ലോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പൊ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അതിനൊരു തടസ്സമല്ല അത് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി നിങ്ങൾ എന്നാല് ഒന്ന് ആലോചിക്കൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ പറയാ, ഈ നമ്പറിൽ എന്നെ ഒന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കണ്ട, വിളിച്ച് പറഞ്ഞാൽ മതി. എന്നെ ഒന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് നമ്മളിപ്പോൾ രാവിലെ 8:30 മുതൽ രാത്രി ഒരു 11 മണി വരെ ഇവിടെ ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി നമുക്ക് എന്താ പറയാ, നമ്മൾ ഒരുപാട് ടീച്ചേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അസോസിയേറ്റഡ് ആയിട്ട് ബുക്ക് മൈ ടീച്ചറിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊന്ന് സ്ക്രീൻ ചെയ്തിട്ട് ബുക്ക് മൈ ടീച്ചറിൽ നമ്മളൊരു കോഴ്സായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്ക്രീനിങ്ങും ഡിസ്കഷൻസും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു കോഴ്സായിട്ട് ലോഞ്ച് ചെയ്യുള്ളൂ. പക്ഷെ അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവും. നമുക്ക് എന്താ പറയുക, ഭാവിയിൽ നിങ്ങളൊക്കെ വലിയ പൊസിഷനിൽ എത്തുന്ന ആളുകളാവട്ടെ, ആ സമയത്ത് ബുക്ക് മൈ ടീച്ചറിന്റെ ഈ ഒരു മീറ്റിംഗ് നിങ്ങൾ എല്ലാവരും ഓർക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പരമാവധി സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാ അതിന്റെ ചെയ്തോട്ടെ ഞാൻ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ സെഷൻ ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആ ഗ്രൂപ്പിൽ കുറെ പേരുണ്ട്. കുറെ പേര് ഇവിടെ എന്താ എങ്ങനെയാണെന്ന് അറിയാതെ താല്പര്യം ഇല്ലാതൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈ സെഷനിൽ എന്താ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? ബുക്ക് മൈ ടീച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബുക്ക് മൈ ടീച്ചറിന്റെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ. കാരണം അടുത്തൊരു സെഷൻ വെക്കുന്ന സമയത്ത് ഈ 10 ഉള്ളതൊരു 30, 40, 50, 100 ആക്കണം എന്നുള്ളതാണ്. കാരണം ഇതൊരു നേരത്തെ ആരോ പറഞ്ഞ പോലെ, ഐന്ദുലേഖ പറഞ്ഞ പോലെ അറിയപ്പെടാത്തൊരു മേഖലയാണ്. നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊന്നും ചിലരൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ അതിൽ വലിയ സാധ്യത ഉണ്ടെന്നുള്ള ഒരു കാര്യം കുറെ അധികം ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആവട്ടെ നിങ്ങളൊക്കെ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സത്യസന്ധമായ അഭിപ്രായങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ കമന്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നാളെ കാണാം. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ആയിട്ട്, നിങ്ങളൊരു ആശയമായിട്ട് വരിക കേട്ടോ. ആ ആശയമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ തുടങ്ങാം എന്നുള്ളതാണ് നാളത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാളത്തെ സെഷനിൽ വരുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്യാമോ? അപ്പോ വരുമെന്നുള്ളവർ നാളെ 7:30 to 8:30 വരുമെന്നുള്ള ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? ഇത് നമ്മുടെ കയ്യിൽ ഒരു കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടന്റ് ഇനി ഉണ്ടാവും എന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ് 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 ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏകദേശം 1 ആളുകളൊക്കെ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. സന്തോഷം. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണേ. നാളെ കാണാം.